ഗുജറാത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായിരുന്ന അഹമ്മദ് പട്ടേലിനെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോവിഡ് കാലത്താണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹം കോവിഡ് ബാധിച്ച് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറായിട്ട് മരിക്കുകയാണ് ചെയ്ത് എന്നാണ് എൻ്റെ ഓർമ്മ. 2020 ഇദ്ദേഹം വെറും ഒരു കോൺഗ്രസ്സുകാരനോ വെറും ഒരു രാജ്യസഭാ മെമ്പറോ ആയിരുന്നില്ല. ഈ കോൺഗ്രസ്സിന് രാജ്യത്ത് തന്നെ വലിയ തിരിച്ചടി ഉണ്ടായ 1977 തെരഞ്ഞെടുപ്പിലാണ് പുള്ളി ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ജയിക്കുന്നത്. 77 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ബറൂച്ച് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 80 അതേ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു. 84 അദ്ദേഹം തന്നെ ജയിച്ചു. 89 അദ്ദേഹം തോറ്റുപോയി. കാരണം അപ്പോഴത്തേക്കും ഈ ബീഹാർ, നമ്മുടെ ഗുജറാത്ത് എന്ന് പറഞ്ഞ സംസ്ഥാനം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. പിന്നീട് അദ്ദേഹം ഒരിക്കലും ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടില്ല. 93 മുതൽക്ക് അഹമ്മദ് പട്ടേൽ രാജ്യസഭാംഗമായിരുന്നു. മരിക്കുന്ന സമയത്തും രാജ്യസഭാംഗമായിരുന്നു. രാജ്യസഭയിൽ അംഗമായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് എന്ന സ്ഥാനം വഹിച്ചത്. അഹമ്മദ് പട്ടേലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ പൊതുരംഗത്ത് അധികം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. പുള്ളി പിന്നണിയിൽ ഇരുന്നുകൊണ്ട് ചരട് വലിക്കുന്നതിൽ വിദഗ്ധരാണ്. അതിനേക്കാൾ ഉപരി വലിയൊരു രാഷ്ട്രീയ ചാണക്യനാണ്. സോണിയാഗാന്ധി നമുക്കറിയാം വിദേശ വനിതയാണ്. അവർ സംഗതി വശാൽ രാജീവ് ഗാന്ധി വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരാളാണ്. എടുത്തറിയപ്പെട്ട എന്ന് പറഞ്ഞാൽ തെറ്റില്ല. രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുള്ള ആളായിരുന്നില്ല. അവർ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസിനകത്ത് തന്നെയുള്ള ചില കുബുദ്ധികളുമൊക്കെ വിദേശ വനിതയാണ് ഇവർ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് എന്ന രീതിയിലുള്ള ആക്ഷേപമൊക്കെ ഉന്നയിച്ചതെന്ന് നമുക്കറിയാം. ശരത് പവാർ, സാങ്മയ്, താരിഖ് അൻവറൊക്കെ അങ്ങനെ കലാപക്കൊടി ഉയർത്തിയവർ. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒട്ടും സുഖകരമല്ലാത്ത രീതിയിൽ ലാൻഡിങ് നടത്തിയ സോണിയാഗാന്ധി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉള്ള വ്യവസ്ഥകൾ അറിയില്ല. 8ാം ഷെഡ്യൂളിലുള്ള 16 ഭാഷകളിൽ ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു ഭാഷയും അറിയില്ല. ഇങ്ങനെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. രാജ്യത്ത് എത്ര സംസ്ഥാനമുണ്ട്, ഓരോ സംസ്ഥാനത്തും എത്ര ജില്ലയുണ്ട്, എത്ര താലൂക്കുണ്ട്, ഏതൊക്കെ മതവിഭാഗങ്ങളുണ്ട്, ഏതൊക്കെ ജാതികളുണ്ട്, ഉപജാതികളുണ്ട്, എത്ര ഭാഷകളുണ്ട് ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു മാന്യ മഹിള രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ശക്തരായ ഉപദേഷ്ടാക്കൾ വേണം. ആ ഒരു വേക്കൻസിയിലാണ് നമ്മുടെ അഹമ്മദ് പട്ടേൽ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇന്ത്യയുടെ ചരിത്രം അറിയാം, പാരമ്പര്യം അറിയാം, പൈതൃകം അറിയാം, മതങ്ങൾ എത്രണ്ണമുണ്ട്, ജാതികൾ എത്രണ്ണമുണ്ട്, നരവംശങ്ങൾ എത്രണ്ണമുണ്ട്, ഉപജാതികൾ എത്രണ്ണമുണ്ട്, എത്ര കോൺഗ്രസ്സുകാരുണ്ട്, എത്ര BJP-കാരുണ്ട്, എത്ര ജനതാദളുകാരുണ്ട്, കോൺഗ്രസ്സിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്, കരുണാകരൻ ഗ്രൂപ്പിന് എത്ര ആളുണ്ട്, ആന്റണി ഗ്രൂപ്പിന് എത്ര ആളുണ്ട്, തിരുത്തൽവാദികൾ എത്ര പേരുണ്ട്, ഇവർ ഓരോരുത്തരും പഞ്ചായത്തിലേക്ക് മത്സരിച്ച് എത്ര വോട്ട് കിട്ടും എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരുന്നു അഹമ്മദ് പട്ടേൽ. മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ എല്ലാ ഗതിവിഗതികളും ചുഴികളും ചുഴലികളും എല്ലാം അറിയുന്ന ആളായിരുന്നു. അതുകൊണ്ട് കൃത്യമായ ഉപദേശം ഓരോ ഘട്ടത്തിൽ ശ്രീമതി സോണിയാഗാന്ധിക്ക് കൊടുത്തിരുന്നത് അഹമ്മദ് പട്ടേലാണ്. അഹമ്മദ് പട്ടേലിന്റെ ഉപദേശം സോണിയാഗാന്ധിയുടെ തീരുമാനമായിട്ട് പുറത്തു വരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് UPA ചെയർപേഴ്സണായിട്ട് പ്രവർത്തിക്കുമ്പോഴും AICC പ്രസിഡന്റായിരിക്കുന്ന സമയത്തൊക്കെ വലിയ തട്ടുകേട് കൂടാതെ ഈ സംവിധാനത്തെ കൊണ്ടുപോകാൻ പറ്റി. ഓരോ സന്ദർഭത്തിൽ എടുക്കാവുന്നതിലേക്ക് ഏറ്റവും മികച്ച, ഏറ്റവും ഉചിതമായ തീരുമാനങ്ങളാണ് അഹമ്മദ് പട്ടേൽ ഉപദേശിച്ചിരുന്നത്. ആ ഉപദേശമാണ് സോണിയാഗാന്ധി നടപ്പിൽ വരുത്തിയത്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി വലിയ കുഴപ്പമില്ലാതെ പോയത്. പിന്നെ കോൺഗ്രസ് പാർട്ടി അങ്ങനെ കുഴപ്പത്തിലായെന്ന് വെച്ചാൽ സോണിയാഗാന്ധിയിൽ നിന്ന് പാർട്ടിയുടെ സാരഥ്യം ശ്രീമാൻ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തപ്പോഴാണ്. രാഹുൽ ഗാന്ധിക്ക് അഹമ്മദ് പട്ടേലിന് എന്തോ കാരണത്താൽ ഇഷ്ടമല്ല. എന്നാൽ ഈ അഹമ്മദ് പട്ടേലിൻ്റെ ഒരു വലിയ എതിരാളി എന്ന് പറയുന്നത് ദിഗ്വിജയ് സിംഗ്, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി. ദിഗ്വിജയ് സിംഗും തുല്യ നിലയിൽ ഒരു ചാണക്യനാണ്. പക്ഷേ ഈ ദിഗ്വിജയ് സിംഗിനെയും രാഹുൽ ഗാന്ധിക്ക് അത്ര പഥ്യമല്ല. അദ്ദേഹത്തെയും അകറ്റി നിർത്തി. രാഹുൽ ഗാന്ധിക്ക് നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് പുള്ളിക്ക് ആരും ബുദ്ധി ഉപദേശിക്കേണ്ട ആവശ്യമില്ല. പുള്ളി തന്നെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് അന്നത്തെ നിലയ്ക്ക് എടുക്കാവുന്നതിലേക്ക് ഏറ്റവും അബദ്ധമായ തീരുമാനത്തിൽ ചെന്ന് എത്തും. ഇനി പുള്ളിക്ക് ശരിക്കുള്ള അബദ്ധം പറ്റിയില്ലെങ്കിൽ എന്നാൽ അബദ്ധം പറ്റിക്കാനായിട്ട് വേറെ 2 യോഗ്യന്മാരുണ്ട്. അതിൽ ഒരാൾ നമുക്ക് അറിയാവുന്ന ആളാണ്, KC വേണുഗോപാൽ. മറ്റേയാൾ രൺദീപ് സിംഗ് സുർജേവാല ആണ്. സുർജേവാല ഇടതുവശത്തും KC വേണുഗോപാൽ വലതുഭാഗത്ത് നിന്നിട്ടാണ് പുള്ളിക്ക് എന്തെങ്കിലും ബുദ്ധിപരമായ തീരുമാനം എടുക്കാൻ തോന്നുകയാണെങ്കിൽ അത് തിരുത്തിച്ച് ഏറ്റവും ബുദ്ധിശൂന്യമായ തീരുമാനം അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിക്കുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയത്. അങ്ങനെയാണ് ഓരോ ദിവസവും പുതിയ പുതിയ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി ചെന്ന് പതിച്ചത്. സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടത് അഹമ്മദ് പട്ടേലിനെ പോലെ ഒരു ചാണക്യനെയാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസിൽ ഇപ്പോൾ ഇല്ലാത്തത് അഹമ്മദ് പട്ടേലിനെ പോലെ ഒരാളാണ്. അപ്പോൾ അഹമ്മദ് പട്ടേലിൻ്റെ പ്രസക്തി
ഇപ്പോഴാണ് കോൺഗ്രസ്സുകാർ തിരിച്ചറിയുന്നത്. പലർക്കും ഇതറിയില്ല. കാരണം അഹമ്മദ് പട്ടേൽ അങ്ങനെ എല്ലായ്പ്പോഴും ലൈം ലൈറ്റിൽ നിന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പുള്ളി പിന്നണിയിൽ നിന്ന് ചരട് വലിക്കുകയും ഈ സ്റ്റിയറിംഗ് പിടിക്കാൻ ചേർന്ന ആളാണ്. അഹമ്മദ് പട്ടേലിനെ പോലും ഒരു ചാണക്യൻ ഇല്ലാത്തതാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി മൊത്തം പ്രതിപക്ഷവും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കും.